തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന പെരുന്നാൾ കിറ്റ് വിതരണം സിനിമാ താരങ്ങളായ തസ്നി ഖാനും അഞ്ജന അപ്പുക്കുട്ടൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നിർധന കുടുംബങ്ങൾക്കും മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കും വിധവകൾക്കും ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൽപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങൾ, കിടപ്പ് രോഗികൾക്കും എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് കിറ്റ് കൊടുക്കുന്നത്. ഒരു ചിക്കനും ബിരിയാണി റൈസും ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ അടങ്ങിയ കിറ്റാണ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നോമ്പ് തുറയും സംഘടിപ്പിച്ചു. ചെയർമാൻ ഷമീർ വളവത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടിയിൽ റേഡിയോ മാംഗോ RJ നീന, കോർഡിനേറ്റർമാരായ റഫീഖ് ഉസ്മാൻ സേഠ്, അസീസ് ഇസാഖ് സേഠ്, സച്ന യേഷ്ദാസ്, സേവ്യർ രാജു, MM സലീം, ഷിജു, ഷീജ പടിപ്പുരയ്ക്കൽ, ഷറീഫ് മൈത്രി, സുജിത് മോഹൻ, മൻസൂർ അലി, മുജീബ് കൊച്ചങ്ങാടി, സൈനുദ്ദീൻ ലത്തീഫ്, നജീബ് പള്ളുരുത്തി, ഷീജ സുധീർ, സുനിത ഷമീർ, ഹസീന നൌഷാദ്, മുംതാസ് റഷീദ്, അനീറ അക്കു, EA ഹാരിഷ്, ഷഹീദ ഷഹീദ്, ജാസ്മിൻ റഫീഖ് എന്നിവർ പങ്കെടുത്തു. കൊച്ചിയിലുള്ള എല്ലാ സാധാരണക്കാർക്കും ആശ്രയ കേന്ദ്രങ്ങളും കല്യാണമായാലും ചാരിറ്റി പ്രവർത്തനമായാലും രോഗചികിത്സക്കുള്ള സൗകര്യമായാലും എല്ലാം ഈ മഹാത്മാ കൂട്ടായ്മയിലൂടെ നമ്മുടെ മട്ടാഞ്ചേരി ആയാലും കോട്ടുകൊച്ചിയായാലും ഈ പ്രദേശങ്ങളിലും ഈ കണ്ണമടി ചെല്ലാനും ഒരുപാട് കാര്യങ്ങളിൽ മഹാത്മാ കൂട്ടായ്മ നടത്തുന്നവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. തുടർന്നും നല്ല ഈ കൂട്ടായ്മ തുടർന്ന് കുട്ടികളും നമ്മുടെ നാടിനും സമൂഹത്തിനും മാതൃകയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂട്ടായ്മ നടത്തുന്ന ഈ സ്നേഹവിരുന്നിൽ ഞാൻ അതിഥിയൊന്നുമല്ല, ഞാൻ ഇവരുടെ കൂട്ടത്തിലൊരാളാണ്. ഷമീർക്കയും ഞാനുമായിട്ട് ഒരുപാട് വർഷത്തെ സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ചെയ്യുന്ന വലിയ കാര്യം അതിൽ ചെറിയ ഒരു പാട്ടാകാൻ എനിക്ക് സാധിക്കാറുണ്ട്. എനിക്ക് ഈ മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, പലരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുമ്പോഴും ഇവിടെ ഒരു ക്രെഡിറ്റ് എടുക്കലില്ല. ഞാൻ ഇവർക്കിത് കൊടുക്കുന്നു, ഞാൻ ഇവർക്കിത് നൽകുന്നു. ഇപ്പം ഇന്ന് തന്നെ ഈ കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഔപചാരികമായിട്ടുള്ള ചടങ്ങാണെങ്കിൽ ഈ കിറ്റിൻ്റെ കൂടെ ഒരു കോഴിയെ വെച്ചിട്ട് അവരുടെ വീടുകളിൽ കൊണ്ടുപോയാൽ കൊടുക്കുന്നത്. അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഒരു വാങ്ങിക്കുന്ന ആൾ സ്വീകരിക്കുന്ന ആളെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ തസ്നി മാം ആണെങ്കിലും അഞ്ജന പറഞ്ഞ പോലെയും ഈ കല്യാണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ മഹാത്മാ സ്നേഹ കൂട്ടായ്മയിലെ ഓരോ ചേച്ചിമാരെയും ചേട്ടന്മാരെയും പ്രത്യേകം എടുത്ത് പറയും. അവരുടെ പേര് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ലിസ്റ്റ് എടുത്തേനെ. കാരണം ഒരു ക്രെഡിറ്റും വിചാരിക്കാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി വരികയും രാവിലെയും പകലും നിന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും ഇടയ്ക്കൊക്കെ വന്ന് കാണാനൊക്കെ എനിക്ക് ഇഷ്ടവുമാണ്. കാരണം കുക്ക് ചെയ്യുന്നത്, അരിയുക, കുക്ക് ചെയ്യുക, ആ തീ ചൂട് പോകുക, അതിപ്പോൾ വീട്ടിലെ പണി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അവർ ചെയ്യുന്നത് സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കാലെ തൊട്ട് തൊഴുത് നന്ദി പറയണം. അതിനൊരു പേര് പോലും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് പോലും ചോദിക്കാതെ അത്രയും മനസ്സറിഞ്ഞ് വരുന്ന ആളുകളാണ്. ആൻഡ് ഈ കല്യാണത്തിന് പോകുമ്പോൾ അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഭക്ഷണം വച്ചു കൊടുത്തിട്ട് കല്യാണത്തിന് മുന്നേ ആ സംഘം തിരിച്ചു പോരും. ആ കല്യാണം കൂടാനോ ഭക്ഷണം കഴിക്കാനോ നിന്ന് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിത് ചെയ്തു തന്നു എന്നുള്ളൊരു തോന്നൽ പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ സംഘടന വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷവും കൂടെ നിൽക്കുന്നത്. കണ്ണമാലിയിൽ കടൽ കയറുമ്പോൾ എനിക്കറിയാം ഇവിടെ ഷമീർക്കയുടെ ഒരു വിളി വരും, ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ അതിൻ്റെ ഇടയിൽ പലരും വന്ന് പത്രത്തിലൊക്കെ അവരുടെ ഫോട്ടോ കൊടുക്കും. പക്ഷേ ഈ മനുഷ്യൻ അപ്പം ഞാനാ ചെയ്തതെന്ന് അല്ലെങ്കിൽ ഞങ്ങളാ ചെയ്തേ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.